ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രാൻഡ്മാ സ്പെഷ്യലായ ഉരുക്കണയിൽ വരട്ടിയ ബീഫാണ്. ആദ്യം ഒരു വലിയ തേങ്ങയുടെ പാൽ ഉരുളിയിലേക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ തിളച്ച് വറ്റി എണ്ണയാകുമ്പോഴേക്ക് വറുത്ത് വെച്ച മല്ലി, വറ്റൽമുളക്, പെരുംജീരകം ഇവയൊക്കെ ഒന്ന് നമ്മുടെ ഉരലിൽ ഇടിച്ചെടുക്കണം. നന്നായി പൊടിക്കണ്ട, തരി പോലെ ഇടിച്ചാൽ മതിയാകും. ഏകദേശം 100 ഗ്രാം മല്ലിയും വറ്റൽമുളകും ഒരു 50 ഗ്രാം പെരുംജീരകവും വറുത്ത് വെച്ച് അതാണ് പൊടിക്കുന്നത് കേട്ടോ. ഈ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഇത്രയും എടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വെക്കാം. ഈ ഒരു മസാലക്കൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇഞ്ചി ചതച്ചതിടാം, വെളുത്തുള്ളി ചതച്ചത്, ഇനി ഏകദേശം 1/2 കിലോ ചെറിയുള്ളി, 2 സവാള അരിഞ്ഞതും ഇടാം. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴന്ന് വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ബീഫ് ഇടണം. ഇവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി അടച്ചു വെക്കണം. വേവ് കൂടിയ ഇറച്ചിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മുക്കാൽ ഭാഗം വെള്ളം വറ്റുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്കിടാം. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. എരിവ് വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും. മസാലക്കൂട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വന്നാൽ ബീഫ് ഇറക്കി വെക്കാം. സാധാ എണ്ണയിലല്ല, തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത ഉരുക്കെണ്ണയിലുണ്ടാക്കിയ അടിപൊളി ബീഫാണ്. ട്രഡീഷണൽ രീതിയിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇങ്ങനെ വേവിച്ച ബീഫിന്. ട്രഡീഷണൽ ഗ്രാൻഡ്മാ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണിത്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഒറട്ടിയാണ്. ഒറട്ടി എന്തെന്നാൽ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലകയിൽ പരത്തി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഒറട്ടി ഉണ്ടാക്കുന്ന രീതി അടുത്ത വീഡിയോയിൽ കാണാം. തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത ഉരുക്കെണ്ണയിലുണ്ടാക്കിയ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉരുക്കെണ്ണയുടെ വീഡിയോ വേണമെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. താങ്ക് യു.